പെരിയ കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം രാജിവെച്ചു. 3ാം വാർഡ് അംഗം കാർത്തിയായനിയാണ് ഇപ്പോൾ രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജി. അവിശ്വാസത്തിലൂടെ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. 19-അംഗ ഭരണസമിതിയിൽ UDF 9, LDF 9, BJP 1 എന്നിങ്ങനെയാണ് സീറ്റ് നില. പെരിയ ഇരട്ട കൊലപാതകത്തിന് ശേഷം കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെയാണ് LDF-ന് അവിടെ ഭരണം ലഭിച്ചത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, പറയൂ, പെരിയ കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? ഷിഹാസ് ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരട്ടക്കൊലപാതകം നടന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള ബന്ധമുള്ള കല്യോട്ട് എന്ന പ്രദേശം ഉൾപ്പെടുന്ന പഞ്ചായത്താണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത്. ഇരട്ടക്കൊലപാതകത്തിന് ശേഷം LDF-ന്റെ സ്വാധീന മേഖലകൾ ഉൾപ്പെടെ തിരിച്ചടി ഉണ്ടാവുകയും LDF-ന് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെയാണ് ആകെ 19 സീറ്റുകളിൽ 9 സീറ്റ് LDF, 9 സീറ്റ് UDF, 1 സീറ്റ് BJP എന്നിങ്ങനെയാണ് സീറ്റ് നില. അവിടെ നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDF വിജയിച്ചത്. അതിൽ അവിശ്വാസം കൊണ്ടുവരുന്നതിന് വേണ്ടി നേരത്തെ UDF തീരുമാനിച്ചതാണ്. ആ ഘട്ടത്തിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് മത്സരിക്കുമെന്ന ചർച്ചകളൊക്കെ വന്നത്. അതിനിടെയാണ് വലിയ തർക്കവും അതൊരു രൂക്ഷമായ ഭിന്നതയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ കഴിഞ്ഞ തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഇത്തവണ 3ാം വാർഡ് മെമ്പറായിട്ടുള്ള കാർത്തിയായനി പ്രസിഡന്റ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് നേതൃത്വം ആ നിലയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. കടുത്ത പ്രതിസന്ധിയാണ് പെരിയ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു.